Hey guys, namaste. Welcome to Revive once again. എല്ലാവർക്കും മെരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. സോ നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കിടക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിടയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട്, അധിക കാലമൊന്നും ആയിട്ടില്ല, കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നൊരു പുതിയ രീതിയാണ് കേട്ടോ ആഘോഷങ്ങളിൽ വർഗീയത പരത്തുക. ഇപ്പോൾ എക്സാമ്പിൾ ഓണാണെങ്കിൽ കുറേ മുസ്ലിം മതപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ള ചർച്ചകൾക്ക് വഴികൊടുക്കുക. സോ ക്രിസ്മസ് ആണെങ്കിൽ കുറച്ച് BHP പോലത്തുള്ള ടീം അതിനൊരു ചർച്ചയ്ക്ക് വഴിവെക്കുക, അല്ലെങ്കിൽ പെരുന്നാളാണെങ്കിൽ അതിനെതിരായിട്ട് ഒരു ചർച്ചയ്ക്ക് ഒരു വഴിവെക്കുക. ഇങ്ങനെ രീതിയിൽ ആഘോഷങ്ങളിൽ അനാവശ്യമായിട്ടുള്ള എന്താ പറയുക, ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കുന്ന രീതി കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട മുസ്ലിം പണ്ഡിതന്മാരോടും പ്രിയപ്പെട്ട ക്രിസ്ത്യൻ പണ്ഡിതന്മാരോടും അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് പോലത്തുള്ള ആൾക്കാരോടും പറയാനുള്ളത്, ആഘോഷത്തിന് വഴിക്കൂടുക. നമ്മൾ കേരളപ്പിറവി എടുത്ത മുതൽ ഇന്ന് വരെ മതസാഹോദര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം പാലക്കാട് കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ കുഞ്ഞുമക്കൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അത് ആഘോഷമാണ്. അല്ലെങ്കിൽ സ്കൂളുകളും കോളേജിലും കേരളത്തിൻ്റെ ഉത്സവമായിട്ട് ഓണത്തെ ആഘോഷിക്കുകയാണ്. അല്ലെങ്കിൽ സ്കൂളും കോളേജും ക്യാമ്പസും മാളുകളിലും ബക്രീദ്, അതൊക്കെ ആഘോഷമാണ്. ആഘോഷത്തിന് വഴിക്കിടുക. റിലീജിയസ് പരമായിട്ടുള്ള ടോക്ക് ആ റിലീജിയസ് പരമായിട്ട് തന്നെ നടക്കും. എക്സാമ്പിൾ, നമ്മൾ മുസ്ലിം സഹോദരങ്ങൾ മുഴുവനായിട്ട്, അല്ലെങ്കിൽ മുസ്ലിം സഹോദരങ്ങളും അവരെ സുഹൃത്തുക്കളും പെരുന്നാൾ നന്നായിട്ട് ആഘോഷിക്കും. പുറമെ പോയിട്ട് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കും, ആഘോഷിക്കും. അത് ആഘോഷം മാത്രമാണ്. പക്ഷേ ഭക്തിപരമായിട്ടുള്ള ഒരു പ്രാർത്ഥന ഒരു പള്ളികളിൽ വെച്ച് നടത്തും. അത് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട്. ഹിന്ദു മതവിശ്വാസികൾ കേരളക്കാരെ മുഴുവനായിട്ട് ഓണത്തെ ആഘോഷിക്കും. പക്ഷേ ഹിന്ദു മതവിശ്വാസികൾ അത് ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അമ്പലങ്ങളിലും അവരുടെ വീടുകളിലും, ഇതിപ്പോൾ ഓണം ആയിക്കോട്ടെ വിഷു ആയിക്കോട്ടെ, ഭക്തിപരമായിട്ടുള്ള റിലീജിയസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ വീടുകളിൽ ആഘോഷിച്ച്, പക്ഷേ ആഘോഷത്തെ പുറം ലോകത്ത് മാളിലും തിയേറ്ററിലും സിനിമ ഇറങ്ങിയിട്ടും റോഡിലും പൂരപ്പറമ്പിലൊക്കെ ആഘോഷിക്കും. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ മതവിശ്വാസികൾ. ക്രിസ്ത്യൻ മതാചാര ചടങ്ങുകൾ ചർച്ചുകളിൽ അവരെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനകത്താണ് നടക്കുക. പക്ഷെ ആഘോഷങ്ങൾ പുറമെയാണ്. അപ്പോൾ ഇത് രണ്ടിനെയും കൂട്ടിക്കെട്ടാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളോടാണ്, നമ്മൾ വർഷങ്ങളായിട്ട് കാത്തുകൊണ്ടിരിക്കുന്ന മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം പണ്ഡിതനെ അനുവദിക്കരുത്, ഒരു ക്രിസ്ത്യൻ അച്ഛനെ അനുവദിക്കരുത്, ഒരു BHPക്കാരെ അനുവദിക്കരുത്. നമ്മൾ സ്നേഹത്തോടെ ആഘോഷങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടെ ആഘോഷിക്കുക. അവരവരെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ, ഇതിപ്പോൾ പള്ളിയിലോ അമ്പലത്തിലോ ചർച്ചിലോ, അത് അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരവർ വിശ്വസിക്കുന്ന ഐഡിയോളജിക്ക് നടക്കട്ടെ. സോ എല്ലാവർക്കും പുതുവത്സരാശംസകൾ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്.